ഗൈസ്, ഇന്ന് 3 ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത്, അതായത് ഇറാന്റെ സൈറ്റിൽ കയറി അമേരിക്ക അറ്റാക്ക് ചെയ്തു. ഇതുകൊണ്ട് തന്നെ ഇറാന്റെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ, അതായത് ഏകദേശം 90 അടിയോളം താഴ്ചയിലാണ് ഇവർ ഈ ന്യൂക്ലിയർ സൈറ്റ് എല്ലാം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടും അമേരിക്കയ്ക്ക് നശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ GBU-57 ഈ ബങ്കർ ബ്ലാസ്റ്റർ ബോംബിനെ കൊണ്ട് ഇത്രമാത്രം കപ്പാസിറ്റി ഉണ്ടോ, എന്തുകൊണ്ടാണ് അതായത് അമേരിക്കൻ്റെ സഹായം ഇസ്രായേൽ തേടിയത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്തത്? പാകിസ്ഥാൻ സഹായിച്ചോ? ഈ 3 കാര്യത്തിൻ്റെ ഉള്ള ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ വീഡിയോകൾ ന്യൂസിലെല്ലാം കണ്ടാണ്, പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ ഇച്ചിരി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടൈം പോലും വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് വീഡിയോ കഴിയുന്നു സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫോർഡോ, നട്ടാൻസ്, ഇസ്ഫഹാൻ ഈ 3 സ്ഥലങ്ങളാണ് അമേരിക്ക കയറി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ഫോർഡോ എന്ന് പറയുന്നത് അതായത് ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഈ നട്ടാൻസ് എന്ന് പറയുന്നത് അതായത് മറ്റ് 2 സൈറ്റ്, ഇസ്ഫഹാൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫോർഡോ എന്ന് പറയുന്നത് ഈ 2 സൈറ്റിനെക്കാളും കൂടുതൽ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ നട്ടാൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമാണ്. ഇനി മൂന്നാമത്തത് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്, അതായത് ഇതൊരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റ് അല്ല, പകരം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റോ യുറാനിയം എക്സോഫ്ലോറിക് ഗ്യാസ് ആയി മാറ്റുന്ന സൈറ്റാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സൈറ്റിന്റെയും പ്രത്യേകത മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇത് നശിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളത്. അതായത് ഇസ്രായേലിന് പ്രധാനമായിട്ടും ഇത് ആഗ്രഹമുള്ളത് കാരണം ഇപ്പോൾ ഉള്ള അതായത് ഇറാന്റെ ഒരു സ്റ്റഡി അനുസരിച്ച് അവരത് യുറാനിയം കംപ്ലീറ്റ് ആയിട്ടും എൻറിച്ച് ചെയ്യുകയാണെങ്കിൽ 4 ആണവായുധമെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ ഒരെണ്ണം ഉപയോഗിച്ചാൽ തന്നെ മതി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് അമേരിക്കേൻ്റെ സഹായം ഇതിലോട്ട് വേണ്ടി വന്നത്. ഇനി എന്തുകൊണ്ടാണ് അമേരിക്കേൻ്റെ സഹായം ഇസ്രായേലിന് വേണ്ടി വന്നത്? ഈ ഫോർഡോ എന്ന് പറയുന്ന ഇറാന്റെ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 80 to 90 അടി താഴ്ചയിലാണ് ഇവരെ ബങ്കർ തോണ്ടിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളും റിസർച്ചും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. ഈ 90 അടി താഴെയിലാണ്. അതുപോലെ തന്നെ ഈ നട്ടാൻസ് ആണെങ്കിലും ഇസ്ഫഹാൻ ആണെങ്കിലും ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ഫോർഡോ മൊത്തം കംപ്ലീറ്റ് ആയിട്ടും ഭൂമിക്കടിയിലാണ്. പക്ഷേ ഈ നട്ടാൻസും ഇസ്ഫഹാന്റെയും കുറേ സ്ഥലങ്ങൾ മേലെ കുറേ ഉള്ളതും നമുക്ക് കാണാവുന്നതാണ് സാറ്റലൈറ്റ് ഇമേജോടുകൂടി. പക്ഷെ മറ്റ് സൈറ്റ് ഒട്ടും തന്നെ വിസിബിൾ അല്ല, കാരണം അത് കംപ്ലീറ്റ് ആയിട്ടും ഭൂമിക്കടിയിലാണ്. അപ്പോൾ ഇത്രയും അടി, അതായത് ഈ 70 to 90 അടി എന്ന് പറയുന്ന ഈ ഒരു താഴ്ചയിലോട്ട് പോയി അറ്റാക്ക് ചെയ്യാനുള്ള ടെക്നോളജി ഇന്ന് ഇസ്രായേലിൻ്റെ അടുത്തില്ല. ഇന്ന് ഇസ്രായേലിൻ്റെ അടുത്തല്ല, ലോകത്തുള്ള ഏകദേശം 99% രാജ്യങ്ങൾക്കും ഇന്ന് ആ ഒരു ടെക്നോളജി ഇല്ല. ഇവിടെയാണ് അമേരിക്കയുടെ ആവശ്യം ഇസ്രായേലിന് വേണ്ടി വന്നത്. അമേരിക്കയുടെ GBU-57 എന്ന് പറയുന്ന അവരുടെ ബങ്കർ ബ്ലാസ്റ്റർ ബോംബ്. എന്നാൽ ഈ ബോംബ് ഇസ്രായേലിന് അമേരിക്കയ്ക്ക് കൊടുത്താൽ പോരെ എന്ന് വെച്ചാൽ അത് പറ്റില്ല. ഇതിനെ ലോഞ്ച് ചെയ്യാൻ ഒരു പ്രത്യേകം വെഹിക്കിൾ വേണം, അതായത് B2, അമേരിക്കയുടെ B2 ബോംബേഴ്സ്. ഈ B2 ബോംബേഴ്സ് ആണ് ഇന്ന് ലോകത്തിലുള്ളതിലെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ് സ്റ്റെൽത്ത് ബോംബർ ജെറ്റ്. അപ്പോൾ ഏകദേശം അതായത് 200 അടിയോളം താഴ്ചയിൽ പോയിട്ടും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കംപ്ലീറ്റ് കോൺക്രീറ്റ് കൊണ്ടാണ് ഇവിടെ നിർമ്മിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഈ കോൺക്രീറ്റ് തുളച്ചുകൊണ്ട് 60 അടി താഴ്ചയിലോട്ട് അതായത് ഈ GBU-57 താഴെ പോയി ലോഞ്ച് ചെയ്തുകൊണ്ട് അവിടുന്ന് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതല്ല, നേരെ മറിച്ച് സാധാരണ ഭൂമിയിലാണ് ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ 200 അടി താഴ്ചയോളം ഈ ബോംബറിന് താഴെ പോയിട്ട് അവിടുന്ന് ബ്ലാസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ടാർഗറ്റുകളും ഇല്ലാണ്ടാക്കാൻ പറ്റും. എന്നാൽ ഈ ഗ്രാനൈഡും അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ ഈ അതായത് കൂടുതലായിട്ടും ഈ അതായത് ബങ്കർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഏകദേശം 20 അടി താഴ്ചയിൽ പോയിട്ട് ഈ അതായത് ബോംബിനെ ലോഞ്ച് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ബോംബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടും ഇറാന്റെ സൈറ്റ് നശിപ്പിച്ചു എന്ന് വെച്ചാൽ അത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇത് കൂടുതലായിട്ടും മലക്കടിയിലാണ്. അപ്പോൾ മലക്കടിയിൽ ഉള്ളിലോട്ട് എത്രമാത്രം ഈ ബങ്കർ ബ്ലാസ്റ്റർ പോകും എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. എങ്കിലും അമേരിക്ക പറയുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ടും അതായത് നശിപ്പിച്ചു എന്ന്. ഇതിന്റെ കാരണം അമേരിക്ക പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു ബങ്കർ ബ്ലാസ്റ്റർ ബോംബ് ഉപയോഗിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ B2 ബോംബേഴ്സ് ആണ്. ഈ B2 ബോംബേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് 12 കിലോമീറ്റർ ഹൈറ്റിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഈ GBU-57 എന്ന് പറയുന്ന ഈ ഒരു ബങ്കർ ബ്ലാസ്റ്റർ ബോംബ് അവിടുന്ന് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന ഇതിന് വെയിറ്റ് തന്നെ കൂടുതലാണ്. ഏകദേശം 2400 കിലോഗ്രാമോളം പേലോഡ് വെച്ചിട്ടാണ് ഇത് താഴോട്ട് വരുന്നത്. അങ്ങനെയുള്ള ഈ വെയിറ്റ് ഇതിനൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് താഴോട്ട് വരുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൈനറ്റിക് എനർജി കൂടി വരും. അതുമല്ല അമേരിക്കയ്ക്ക് ഇത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സാറ്റലൈറ്റ് GPS ടെക്നോളജി ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ മാറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ലോഞ്ച് ചെയ്യുന്ന ഇത് താഴോട്ട് അങ്ങനെയുള്ള ഈ വെയിറ്റും ഇതിന്റെ ഫോഴ്സും കൂടി വരുമ്പോൾ താഴോട്ട് വരുന്തോറും ഇതിന് കൂടുതലായിട്ടും ഫോഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ അടിയിലോട്ട് എത്രമാത്രം പെനട്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം പെനട്രേറ്റ് ചെയ്തതുകൊണ്ട് ഇത് ഉള്ളിൽ പോവുകയും അവിടെ നിന്ന് ഇത് ബ്ലാസ്റ്റ് ചെയ്തതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ഈ ഫോർഡോ, അതുപോലെ തന്നെ ഈ നട്ടാൻസ് ആയിക്കോട്ടെ, ഈ ഇസ്ഫഹാൻ, ഈ 3 സ്ഥലത്തും പ്രധാനപ്പെട്ട ഏകദേശം മിനിമം 90 അടി താഴെയുള്ള എല്ലാ ടാർഗറ്റുകളും ഇല്ലാണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിന്റെ സ്പെസിഫിക്കേഷൻ അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞെങ്കിലും എങ്ങനെയാണ് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് തന്നെ
ഇറാനിൽ കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റിയത്. ഇതിന് അമേരിക്ക അതായത് കംപ്ലീറ്റ് ആയിട്ടും ഈ B2 ബോംബേഴ്സ് മൊത്തം വന്നത് തുറയിൽ നിന്നാണ്. അവിടുന്ന് ഈ B2 ബോംബേഴ്സ് വരുന്നു, ഇന്ത്യൻ ഓഷ്യന്റെ ആ സൈഡിൽ കൂടെ പോകുന്നു. പക്ഷേ ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിച്ചില്ല എന്ന് ഇന്ത്യ കൺഫേമും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള അമേരിക്കയും ക്ലെയിം ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന ഈ ഒരു B2 ബോംബേഴ്സിനെ ഇറാനിലോട്ട് കിടക്കാൻ രണ്ട് വഴിയാണ് ഉള്ളത്. ഒന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ വഴി കിടക്കാം. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ കൂടുതലായിട്ടും അത് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ സൈഡിലും എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ടുണ്ട്, പക്ഷേ അധികമില്ല, ഒന്ന് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാനിൽ വലിയ ത്രെട്ട് വരില്ല എന്ന് അവർ പ്രതീക്ഷിച്ചു. ഈ രണ്ട് വഴിയിൽ ഏത് വഴിയാണ് ഉപയോഗിച്ചത്? അപ്പോൾ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് നോക്കുകയാണെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇസ്രായേലും അമേരിക്കയും കൂടെ പറഞ്ഞത് അതായത് കംപ്ലീറ്റ് എയർ ഡോമിനൻസ് ഞങ്ങൾക്കാണ്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലാന്ന്. അപ്പോൾ ഇതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ കിടക്കാൻ യാതൊരുവിധ പ്രയാസവുമില്ല. ഇനി രണ്ടാമത്തത് പാകിസ്ഥാന്റെ ബൽജിസ്ഥാൻ വഴി കിടക്കാം. അപ്പോൾ ഇപ്പോഴുള്ള പലരുടെയും സൂചന അതായത് സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അതായത് ഈ ബൽജിസ്ഥാൻ പ്രദേശത്തൂടെയാണോ അമേരിക്ക ഇറാൻ്റെ ഉള്ളിൽ പോയേ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ അതായത് അവരുടെ എയർ സ്പേസ് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അതായത് അമേരിക്കയ്ക്ക് തുറന്നു കൊടുത്തു. തൊട്ട് മുന്നത്തെ ദിവസമാണ് അസീം മുനീർ അമേരിക്കയിൽ പോയിട്ട് നല്ല സാപ്പാടെല്ലാം അടിച്ചിട്ട് വന്നത്. അപ്പോൾ ഇതാണ് എല്ലാവരും ട്രിഗർ ചെയ്യുന്നത്, അതായത് അമേരിക്ക ഇതിലൂടെയാണോ പോയേ എന്നുള്ളത്.